ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അതിൽ സൂചിപ്പിച്ചു വന്നുണ്ട്, ചൈന മറ്റു രാജ്യങ്ങളെക്കാളും 50 വർഷം മുൻപോട്ടാണ് ചലിക്കുന്നതെന്ന്. അതായത് ചൈനയുടെ വികസനം എന്നും ലോക രാജ്യങ്ങളെ വിസ്മയിപ്പിക്കാറുണ്ട് എന്ന് തന്നെ പറയാം. എന്തുകൊണ്ടാണ് ചൈന ഇത്രമേൽ വികസിക്കുന്നത്? അല്ലെങ്കിൽ ഇന്ത്യയെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇനി എങ്ങനെയൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചാലും ചൈനയ്ക്കൊപ്പം എത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും, അല്ലെങ്കിൽ അതിന് കാലങ്ങൾ വേണ്ടി വരും. ഇന്ത്യക്ക് സാധിക്കാത്ത എന്താണ് ചൈനയുടെ വികസനത്തിൽ പിന്നിലുള്ളത്? ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ചൈനയുടെ വിസ്മയിപ്പിക്കുന്ന വികസന രഹസ്യത്തെ കുറിച്ചിട്ടാണ്. വിശദമാക്കാം. ഐ എം സ്വാതി. വെൽക്കം ബാക്ക് ടു ടോപ്പ് സ്പേസ്. ചൈനയും ഇന്ത്യയുമായും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു നോക്കുന്നത് ആ ഒരു രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ്, അല്ലെ? ആ രാജ്യത്തിന്റെ നഗരങ്ങളും റോഡുകളും അതുപോലെ തന്നെ ആളുകളുടെ ഡിസിപ്ലിനും എല്ലാം നമുക്ക് അത്ഭുതം ഉണ്ടാക്കാറുണ്ട്. രണ്ട് രാജ്യങ്ങളെയും എടുത്തു നോക്കുമ്പോൾ ലോകത്ത് ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയും അതുപോലെ തന്നെ ചൈനയുമാണ്. 15 ട്രില്യൺ US ആണ് ചൈനയുടെ GDP എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയുടെ ആണെങ്കിലോ 3 ട്രില്യൺ US. അതായത് ഇന്ത്യയുടെ 5 മടങ്ങ് വർധനവുണ്ട് ചൈനയ്ക്ക്. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യക്കും ചൈനയെ പോലെ വളർന്നുകൂടാ. ലോകമെമ്പാടുമുള്ള ഏത് വലിയ സ്ഥാപനങ്ങളും പരിശോധിച്ചാലും അവിടെയെല്ലാം ഇന്ത്യൻ കൈയൊഴിയാത്തതായിട്ടില്ല. എല്ലായിടത്തും ഇന്ത്യയുടെ ജനം മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. എന്തിന് നാസയുടെ ശാസ്ത്രജ്ഞന്മാരുടെ ഏറ്റവും മുൻപന്തിയിൽ ഉള്ളവരിൽ പോലും ഇന്ത്യക്കാരുണ്ട്. ലോക വൻശക്തി രാജ്യമായ അമേരിക്കയുടെ രാഷ്ട്രീയത്തിൽ പോലും ഇന്ത്യൻ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, ബുദ്ധിശക്തിയിൽ ഒട്ടും പിൻപോട്ടല്ല ഇന്ത്യക്കാർ. ഇന്ത്യ ലോകത്തിന്റെ മുൻപന്തിയിൽ എത്തിക്കാൻ ഈ തലകൾ മാത്രം ധാരാളം. പക്ഷേ ഇന്ത്യൻ തലകൾ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് മാത്രം. ഇവിടെയാണ് ചൈനയുടെ വളർച്ച ഉന്നത തലത്തിൽ എത്താനുള്ള പ്രധാന കാരണം. ലോകത്തിലെ വൻ ശക്തികളായ രാജ്യങ്ങളുടെ കമ്പനികളുടെ തലപ്പത്തിരിക്കുന്നവർ പലരും ഇന്ത്യക്കാരാണ്. ഇപ്പം ഗൂഗിൾ CEO സുന്ദർ പിച്ചെ ഇന്ത്യൻ വംശജനാണ്. അതുപോലെ ഫേസ്ബുക്ക് എടുക്കുകയാണെങ്കിലും യൂട്യൂബ് എടുക്കുകയാണെങ്കിലും തുടങ്ങിയ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പ്ലാറ്റ്ഫോമുകളാണെങ്കിലും അതിലൊരു ഇന്ത്യൻ സിഗ്നേച്ചർ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിലെല്ലാം ഇന്ത്യക്കാർ ഉണ്ടെങ്കിലും ലോകത്തിലെ ഏത് പ്രോഡക്റ്റ് എടുത്ത് നോക്കിയാലും അതിലൊന്ന് ചൈനയുടെയോ അല്ലെങ്കിൽ അമേരിക്കയുടെയോ മാത്രമാകും. ലോകത്തിന്റെ ഫാക്ടറി എന്ന് അറിയപ്പെടുന്നത് തന്നെ ചൈനയാണല്ലോ. നമ്മുടെ ഇന്ത്യക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യക്കാർ ഒരിക്കലും ഇന്ത്യക്ക് വേണ്ടിയല്ല പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്, മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടിയാണ്. അത് ഇന്ത്യ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി കൂടി തന്നെയാണ്. നമ്മുടെ ഇന്ത്യക്കാർ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ചേക്കേറുന്നത് ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമല്ല, പകരം എന്താണ് ഇന്ത്യക്ക് തലകുനിക്കേണ്ടാവുന്ന ഒരു കാര്യമാണ്. ധാരാളം ബുദ്ധി സാമർഥ്യമുള്ള ചെറുപ്പക്കാരാണ് ഇന്ത്യ വിട്ട് മറ്റു രാജ്യങ്ങളിൽ പോയി കുടുംബമായി സെറ്റിൽഡ് ആയി അവിടെ ജീവിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, സാമ്പത്തിക ഭദ്രതയും മെച്ചപ്പെട്ട ജീവിത രീതിയും ആഗ്രഹിച്ചിട്ടാണ് അവിടെ പോയിട്ട് സെറ്റിൽഡ് ആകുന്നത്. എന്നിട്ട് ഉണ്ടാക്കുന്ന വരുമാനത്തിന്റെ പകുതിയും അവിടെ തന്നെ ടാക്സ് ആയിട്ടും അതുപോലെ അവിടുത്തെ സാധനങ്ങൾ വാങ്ങിയും പ്രോപ്പർട്ടീസും വാങ്ങിയും അവിടെ തന്നെ ചെലവാക്കുന്നു. പിന്നെ ഇന്ത്യ എന്ന രാജ്യം വെക്കേഷനുകളിലെ ഒരു പിക്നിക് പ്ലേസ് ആയി മാത്രം അവർക്ക് മാറുന്നു. ഇതുകൊണ്ടാണ് ഇന്ത്യക്ക് വളർച്ച ഉണ്ടാവാത്തതെന്ന് പറയാം. മാത്രമല്ല, ഇന്ത്യയിൽ പുതിയ സംരംഭകർക്ക് വേണ്ട രീതിയിൽ സപ്പോർട്ട് ലഭിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ചൈനയിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന ചെറുപ്പക്കാർക്ക് അവിടെയുള്ള ചെറുകിട സംരംഭങ്ങളുടെ ഭാഗമാകാൻ ചൈനയുടെ ഗവൺമെന്റ് വലിയ രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ കുടിൽ വ്യവസായത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകുന്ന ഒരു രാജ്യം കൂടിയാണല്ലോ ചൈന. അവിടെയുള്ള ഓരോ വ്യക്തികൾക്കും എന്തെങ്കിലും തരത്തിൽ ഒരു സാധനം ഉണ്ടാക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുവഴി അവർക്ക് വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുന്നുമുണ്ട്. ചൈനയിലെ ഓരോ സംരംഭകർക്കും അവിടെ പുതിയ സംരംഭം തുടങ്ങാനുള്ള വേണ്ട എല്ലാ സംവിധാനങ്ങളും വേഗം ചെയ്തു നൽകുന്നു അവിടുത്തെ ഗവൺമെന്റ്. സ്ഥലം ആണെങ്കിലും ബിസിനസ് തുടങ്ങുമ്പോഴുള്ള വേണ്ട ലൈസൻസ് ആണെങ്കിലും എല്ലാം വളരെ വേഗത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. മറിച്ച് ഇന്ത്യയിലോ ഒരു പുതിയ സംരംഭകന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. വേണ്ട വിധേനയുള്ള സപ്പോർട്ട് ലഭിക്കാതെ വരുമ്പോൾ അവർ ആ ഒരു തീരുമാനം ഉപേക്ഷിച്ച് ഇന്ത്യ വിട്ട് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നു. ചൈനയിലാകട്ടെ ചൈന പുതിയ സംരംഭകരെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ആ രാജ്യത്തിനെ വലിയ വികസന പാതയിലേക്ക് ചെന്നെത്തിക്കുന്നു. ചൈനയിൽ ഒരു കുട്ടി ജനിച്ചാൽ മുതൽ സ്വയം പര്യാപ്തരാകാൻ അവരെ പ്രേരിപ്പിക്കുന്നത് നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുള്ള കാര്യമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ മാതാപിതാക്കളെ ഡിപ്പെൻഡ് ചെയ്യാതെ വളരാനുള്ള എല്ലാ സൗകര്യങ്ങളും
അവിടെ ചെയ്തു നൽകുന്നുണ്ട്. ഇന്ത്യയിൽ അതാണോ സ്ഥിതി? അല്ല. ജീവിതകാലം മുഴുവൻ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്താൽ അത്രയും നല്ലത് എന്ന് കരുതുന്ന ചെറുപ്പക്കാർ ധാരാളമുണ്ട് ഇന്ന്. അതിനുള്ള കാരണം ചെറുപ്പം മുതലേ വരുമാനം ഉണ്ടാക്കാൻ ശീലിപ്പിക്കാത്തത് കൊണ്ടാണ്. ഭക്ഷണം തീന്മേശയിൽ കൊണ്ടുവയ്ക്കുന്ന രീതി ഇന്നും മാറിയിട്ടില്ല ഇന്ത്യയിൽ. സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കാനുള്ള സ്വപ്നങ്ങൾ വളർത്തിയെടുക്കേണ്ടത് വീട്ടിൽ നിന്ന് തുടങ്ങണം. അതുപോലെ അതിനുള്ള പിന്തുണ സർക്കാരിൽ നിന്ന് കൊടുക്കുകയും വേണം. ചൈനയിൽ ഇത് ഉള്ളത് കൊണ്ടാണ് ചൈനയുടെ വളർച്ച റോക്കറ്റ് പോലെ കുതിക്കുന്നതും. അത് കണ്ടു നോക്കി നിൽക്കാനേ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ആകുകയുമുള്ളൂ. മറ്റൊന്ന്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് വാഹനപെരുപ്പമാണല്ലോ. ചൈനയിൽ ഇന്ത്യയേക്കാൾ കൂടുതൽ വാഹനപെരുപ്പമുള്ള ഒരു രാജ്യം കൂടിയാണ്. പക്ഷേ അതൊരിക്കലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് പോകുന്നില്ല. ചൈനയിൽ ഏറ്റവും കൂടുതലുള്ളത് ഇലക്ട്രിക് വാഹനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചൈനയുടെ റോഡുകളിൽ വലിയ ശബ്ദ കോലാഹലങ്ങളോ ഒന്നും ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. വളരെ ശാന്തമായാണ് അവിടെയുള്ള റോഡുകളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ. അതുപോലെ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എല്ലാം വളരെ മികച്ചതാണ്. ബുള്ളറ്റ് ട്രെയിനുകൾ സമൃദ്ധമാണ്. അവിടുത്തെ ജനങ്ങൾ ഒരിക്കലും അവിടുത്തെ ട്രാഫിക് റൂൾസ് ബ്രേക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇന്ത്യയിലെ സ്ഥിതി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ചൈനയിൽ ജനറലി ഉള്ള സോഷ്യൽ ക്രെഡിറ്റ് സ്കോർ അത് ട്രാഫിക് റൂൾസ് തെറ്റിച്ചാൽ അവർക്ക് നഷ്ടമാകും. അങ്ങനെ നഷ്ടമായാൽ ഒരാളുടെ ബേസിക് ആയ പല ആവശ്യങ്ങളെയും അത് ബാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ലോൺ ലഭിക്കാതെ വരും, അതുപോലെ ടിക്കറ്റ് ബുക്കിംഗ് പോലുള്ള അങ്ങനെ പലതും അവർക്ക് നഷ്ടമാകും. അതുകൊണ്ട് അവിടെയുള്ള ആളുകൾ ആരും ട്രാഫിക് റൂൾസ് തെറ്റിക്കാറില്ല. ഒരു പരിധിക്ക് കൂടുതൽ സ്പീഡ് കൂട്ടിയാൽ എല്ലാം ഈ സ്കോറുകളെ അത് ബാധിക്കുന്നുണ്ട്. അതുപോലെ ചൈനയുടെ വളർച്ചയ്ക്ക് പിന്നിൽ ഒരിക്കലും ചീപ്പ് ലേബേഴ്സിനെ അവിടെ കിട്ടുന്നത് കൊണ്ടൊന്നും അല്ല. അവിടുത്തെ ഓരോ സ്ഥാപനവും നല്ല സാലറി അവിടെ തൊഴിൽ ചെയ്യുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. ഒരു ഫാക്ടറി എംപ്ലോയിക്ക് പോലും ലഭിക്കുന്നുണ്ട് 1 ലക്ഷത്തിന് മുകളിൽ. ആളുകൾ ഒരിക്കലും കുറഞ്ഞ വരുമാനത്തിൽ എവിടെയും ജോലി ചെയ്യാൻ തയ്യാറാവില്ല. അതുപോലെ അവിടുത്തെ ഗവൺമെന്റ് ആ രാജ്യം വിട്ട് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഇൻകം കൂടി അവിടെയുള്ള ഓരോ തൊഴിലാളികൾക്കും നൽകുന്നുണ്ടെന്നുള്ളതാണ്. ആവശ്യത്തിന് പണം സ്വന്തം രാജ്യത്ത് ലഭിക്കുമ്പോൾ അന്യ രാജ്യത്ത് പോയി കഷ്ടപ്പെടുന്നതിന് ആവശ്യമില്ലല്ലോ. ആവശ്യത്തിന് കൂടുതൽ സൗകര്യങ്ങളുള്ള രാജ്യം കൂടിയാണ് ചൈന. അതുകൊണ്ട് മെച്ചപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടിയോ ചൈനക്കാർ നാടുവിടാറുമില്ല. അതുപോലെ ടെക്നോളജിയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മറ്റു രാജ്യങ്ങളെക്കാൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ചൈന. ഇപ്പോൾ എന്തൊരു ഇന്നോവേഷനും ചൈനയുടെ കൈകളിൽ നിന്നുമാണ് ഉള്ളത്. നമ്മൾ ചൈന മെയ്ഡ് പ്രൊഡക്ട്സിനെ കളിയാക്കുമ്പോഴും തെറ്റുകളിൽ നിന്നും ഉയർച്ചയിലേക്ക് മുന്നേറുകയായിരുന്നു ചൈന. ലോകം കളിയാക്കിക്കോട്ടെ, ഞങ്ങൾ ഒരിക്കൽ തിരിച്ചു പറയിപ്പിക്കുമെന്ന് ചൈന പറയുമായിരുന്നു. ഇന്ത്യ പക്ഷേ കളിയാക്കിക്കൊണ്ടേയിരുന്നു, ഇന്നും അതുപോലെ കളിയാക്കിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് യാതൊരു പുരോഗമനവും ഇല്ല. ചൈന എന്നാൽ ലോകത്തിലെ വൻകിട ശക്തികളിൽ ഒന്നാവാനുള്ള തയ്യാറെടുപ്പിലുമാണ്. ഏത് മേഖല എടുത്തു നോക്കുകയാണെങ്കിലും ചൈനയുടെ ശക്തി വളരെ ഉയരങ്ങളിൽ തന്നെയാണ്. അമേരിക്കയ്ക്കൊപ്പം കിടപിടിക്കാൻ ഇന്ന് ഈ ലോകത്ത് ഒരേ ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ചൈന മാത്രമാണ്. അത്രയും വളർച്ച ചൈന ഉണ്ടാക്കിയെടുത്തു. ചൈനയുടെ ഒരു നീക്കങ്ങൾ പോലും ലോകത്തിന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ചൈന വളർന്ന് ഒരിക്കലും മറ്റൊരു രാജ്യത്തിന്റെ സഹായത്തോടെ അല്ല, സ്വയം പര്യാപ്തമായതാണ് ചൈന വളർന്നത്. പക്ഷെ ഇന്ത്യ ഇന്നും അമേരിക്ക പോലുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ത്യ വിചാരിച്ച വളരാവുന്ന എല്ലാ സാഹചര്യങ്ങളും ഇന്ത്യക്കുണ്ട്. പക്ഷെ ഇന്ത്യ വിചാരിക്കുന്നില്ല എന്ന് മാത്രം. ചൈനയുടെ ഉയർച്ച ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ സിസ്റ്റം തന്നെയാണ്. ഇന്ത്യക്ക് മാറേണ്ടതും ഇവിടുത്തെ സിസ്റ്റം തന്നെയാണ്.